കാസർഗോഡ് മൊഗ്രാലിൽ യുവാവിനെ കഴുത്തറത്തു കൊന്ന കേസിൽ 6 പ്രതികൾക്കും ജീവപര്യന്തം. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതികൾക്ക് 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 2017 ഏപ്രിൽ 30-നാണ് പേരാൽ സ്വദേശി അബ്ദുൽ സലാമിനെ പ്രതികൾ കൊലപ്പെടുത്തിയത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഒരു പ്രതികരണമുണ്ട്, അതിലേക്ക്. ഇത് 143, 147, 148 ഇതിൽ 3 മാസം കഠിന തടവ്. ബാക്കിയുള്ളത് 326, 307 പ്രകാരം 326 2 വർഷ കഠിന തടവും 25,000 രൂപ വീതം ഫൈനും. 307 5 വർഷം കഠിന തടവും 25,000 രൂപ ഫൈൻ. 302 വകുപ്പ് പ്രകാരം ലൈഫും ഓരോ ലക്ഷം വീതം ഫൈനുമാണ് ഈച്ച്. അതായത് അതിൽ പരിക്ക് പറ്റിയ നൗഷാദ് എന്ന് പറയുന്നവർക്ക് 2 ലക്ഷം രൂപയും അതേപോലെ തന്നെ മരണപ്പെട്ട സലാമിൻ്റെ കുടുംബത്തിന് 6 ലക്ഷം രൂപയും കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, ഈ അബ്ദുൽ സലാമിൻ്റെ കൊലപാതകം അത് കേരളത്തിലെ ഏറ്റവും അതിക്രൂരമായ കൊലപാതകങ്ങളിലൊന്ന് എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ കുറ്റപത്രത്തിലെ ഉള്ളടക്കമൊക്കെ വലിയ നടുക്കത്തോടു കൂടിയാണ് കേരളം കേട്ടത്. ആ കൊലപാതകത്തിൻ്റെ രീതിയും പ്രതികളുടെ സമീപനവുമൊക്കെ. അതിൽ ഇപ്പോൾ വിധിയുണ്ടാവുന്നു. എങ്ങനെയാണ് അതിൻ്റെ വിധിയെ നമ്മൾ കാണേണ്ടത്? ആ നിയമ പോരാട്ടത്തെ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത്? റീജിത്ത്, 2017 ഏപ്രിൽ 30-ന് കാസർഗോഡിലെ മൊഗ്രാലിൽ വെച്ച് നടന്ന അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തിലാണ് 7 വർഷത്തിന് ശേഷം കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. കേസിലെ 6 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇതിൽ ആകെ 8 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രതികൾ, അതായത് ഇതിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ സഹായിച്ചു എന്ന കുറ്റം ആരോപിച്ച മറ്റ് 2 പ്രതികളെ നേരത്തെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഇതിൽ കുമ്പള ബദരിയ നഗറിലെ സിദ്ദിഖ്, ഉമർ ഫാറൂഖ്, പെർവാഡിലെ സഹീർ, പേരാൽ സ്വദേശി നിയാസ്, അരീക്കാട് സ്വദേശി ഹരീഷ്, മൊഗ്രാൽ സ്വദേശി ലത്തീഫ് എന്നിവരാണ് നിലവിൽ ഇപ്പോൾ ഈ 6 പ്രതികളുള്ളത്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മനുഷ്യ മനസാക്ഷിയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകമാണ്. അബ്ദുൽ സലാം, പേരാൽ സ്വദേശിയായിട്ടുള്ള അബ്ദുൽ സലാമിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയതിന് ശേഷം ഈ തല ഉപയോഗിച്ച് ഈ ഫുട്ബോൾ തട്ടുന്നത് പോലെ അവിടെ ഒരു ഗ്രൗണ്ടിൽ വെച്ച് തട്ടി എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടന്നത്. അതിൽ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ പ്രതികൾക്ക് ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ പ്രതികൾക്കെതിരെ ഉണ്ടായിരുന്നു. ഈ ആയുധങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ മുഖ്യ പ്രതികൾ കൊല നടത്തുന്ന ഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ, ചോരയിൽ കുളിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിരുന്നു. പരമാവധി ശിക്ഷ നൽകണം എന്നതായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. പക്ഷേ ജീവപര്യന്തം ശിക്ഷയാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കും, അപ്പീൽ നൽകും. മറ്റു 2 പ്രതികൾ കൂടി, നേരത്തെ വെറുതെ വിട്ട പ്രതികൾ കൂടി ഇതിൽ അവർക്ക് കൂടി ഇതിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി അപ്പീൽ നൽകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ എന്തായാലും അറിയിച്ചിട്ടുള്ളത്. ഇതൊരു അനധികൃത മണൽ വാരലുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ തുടർന്ന് അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇതിലെ മുഖ്യ പ്രതിയായിട്ടുള്ള സിദ്ദിഖ് അവിടെ ഒരു അനധികൃത മണൽ വാരൽ ഉണ്ടായിരുന്നു. ഈ മണൽ ലോറി പോലീസിന് വിവരം നൽകി പിടിപ്പിച്ചു. അത് അബ്ദുൽ സലാം ആണെന്ന് ആരോപിച്ച് അതിൽ തുടങ്ങിയ തർക്കമാണ്. അത് പിന്നീട് ഒരു വൈരാഗ്യമായി മാറി. അങ്ങനെയാണ് സംഘം ചേർന്ന് അബ്ദുൽ സലാമിനെ കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘം. വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അതിക്രൂരമായ കൊലപാതകം. അതിൽ 6 പ്രതികൾക്കും ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു കോടതി. നേരത്തെ തുടക്കത്തിൽ ഈ കേസിന്റെ തുടക്കത്തിൽ 8 പ്രതികൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് 2 പേരെ കോടതി വെറുതെ വിടുന്നതും ഇപ്പോൾ 6 പ്രതികൾക്ക് ജീവപര്യന്തം വിധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ പങ്കുവെക്കും.